ആ കണ്ണ് നനയിക്കുന്ന കാഴ്ചകളുമായി മഴ തോരും മുമ്പേ എന്ന സൂപ്പർ ഹിറ്റ് ജനപ്രിയ പരമ്പര തുടരുകയാണ്. അങ്ങനെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് പടിയിറങ്ങുവാൻ തീരുമാനമാകുന്നു. അങ്ങനെ അലീനയുടെ കാര്യത്തെക്കുറിച്ച് വാതോരാതെ ഈറനണിഞ്ഞ കണ്ണുമായി ബബിതയും കൃഷ്ണമോളും രോഹിത്തുമൊക്കെ തൻ്റെ അച്ഛനായ ബാലചന്ദ്രനോട് പറയുകയാണ്. അലീന ചേച്ചിയെ പറഞ്ഞു വിടാതിരിക്കാനാവുമോ എന്ന് ചോദിക്കുന്നു. ബാലചന്ദ്രൻ അതിന് ഉത്തരം പറയുന്നത്, എനിക്ക് മനസ്സുണ്ടായിട്ടല്ല അവളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടുന്നത്. പക്ഷേങ്കിൽ അവൾ എത്തപ്പെടേണ്ട സ്ഥാനത്ത് എത്തപ്പെടുക തന്നെ ചെയ്യണം. അത് അവൾക്ക് കൂടുതൽ നന്മയായി മാറുക തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം തൻ്റെ മക്കളായ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. താൻ സ്വന്തം അച്ഛൻ്റെ അടുക്കിലേക്കാണ് തന്നെ പറഞ്ഞു വിടുന്നത് എന്ന് ഉള്ള സത്യം ബാലചന്ദ്രനും മാത്രമേ അറിയുള്ളൂ. അലീനയ്ക്ക് പോലും ഇപ്പോൾ നിലവിൽ അറിയില്ല താൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്. തൻ്റെ അച്ഛനായ ബാലചന്ദ്രൻ എങ്ങോ സുരക്ഷിതമാകുന്നൊരു സ്ഥലത്തേക്കാണ് തന്നെ വിടുന്നത് എന്ന് മാത്രമാണ് അലീനയ്ക്ക് അറിയാവുന്ന കാര്യം. എന്നിരുന്നാലും അലീനയ്ക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ബൈജയന്തി എന്ന തൻ്റെ അമ്മ വീട്ടിൽ മടങ്ങി വന്ന് കൃഷ്ണമോൾക്കും രോഹിത്തിനും ബബിതയ്ക്കും അമ്മയായി മാറണമെങ്കിൽ തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ അച്ഛനായ ബാലചന്ദ്രന് ഭാര്യയായി തീരണമെങ്കിൽ താനെന്ന അധികപ്പറ്റ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ മതിയാകൂ. ഇടറിയ മനസ്സുമായി അലീന ആ വീട് വിട്ട് ഇറങ്ങുവാൻ തീരുമാനിക്കുന്നു. ഇതിനപ്പുറം മനുവിൻ്റെ ജീവിതം വളരെ ശോകമായി മാറുന്നു. തനിക്ക് എല്ലാം നഷ്ടമാകുമോ എന്നൊരു ഭയം മനുവിനെ കൂടുതലായിട്ട് അലട്ടുന്നു. തൻ്റെ ജോലിയിൽ പോലും കൃത്യമായി അത് ചെയ്യുവാൻ കഴിയുന്നില്ല. അലീന ആ വീട് വിട്ട് പോകുവാൻ തീരുമാനിച്ചപ്പം മുതൽ മനുവിന് വലിയ വെപ്രാളമുണ്ട്. തനിക്ക് അലീനയെ നഷ്ടമാകുമോ എന്ന് ഒരു തോന്നലും മനസ്സിൽ. അങ്ങനെ അലീനയെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. നീ പോകുവാൻ തന്നെ തീരുമാനിച്ചല്ലേ? അലീന കൂളായിട്ട് പറയുകയാണ്, അതെ മനുവേട്ട, ഞാൻ പോവുകയാണ്. ഞാൻ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുന്നു. മനു അതിന് ഉത്തരം പറയാണ്, എനിക്ക് വലിയ പേടിയുണ്ട് കേട്ടോ. മാത്രമല്ല നിന്നെ എനിക്ക് നഷ്ടമാകുമോ എന്നൊരു ഭയവുമുണ്ട് എന്ന് ഒടുവിൽ മനു തുറന്ന് പറയുകയാണ്. അതിന് ചെറിയ പുഞ്ചിരിയോടുകൂടി അലീന പറയുകയാണ്, ഇല്ല മനുവേട്ട, ഞാൻ പോകില്ല. ഞാൻ പോയാലും എൻ്റെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാകും. ആ ഒരു ഉറപ്പ് അനുവിന് വലിയ ആശ്വാസമേകുകയാണ്. കാരണം അലീനയും തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ മനുവിനുണ്ടാകുന്നു. ഇതിനിടയിൽ ഊണുമേശയിലിരിക്കുന്ന ബബിതയും കൃഷ്ണമോളും അലീനയും രോഹിത്തുമൊക്കെ ഈറനണിഞ്ഞ കണ്ണുമായി വീണ്ടും വീണ്ടും വാതോരാതെ അലീന ചേച്ചിയെക്കുറിച്ച് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. അലീന തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തങ്ങളെ നേർവഴിക്ക് നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുമ്പോഴും കൃഷ്ണമോള് പറയാണ്, അലീന ചേച്ചി പോകുന്നത് തന്നെയാണ് നല്ലത്. അലീന ചേച്ചിക്ക് ഇവിടെ എന്താണ് നല്ലതായിട്ട് ഓർക്കുവാനുണ്ടായിരുന്നത്? എല്ലാം അലീന ചേച്ചിയുടെ ജീവിതത്തെ തകർത്ത കാര്യങ്ങളല്ലേ എന്ന് പറയുകയാണ്. ഇത് രോഗത്തിൻ്റെ മനസ്സിൽ നല്ലപോലെ കൊള്ളുന്നുണ്ട് കേട്ടോ. കാരണം രോഗത്ത് ആദ്യ നാളുകളിൽ അലീനയെ വേദനിപ്പിച്ചതൊക്കെ ആ സമയത്ത് രോഗത്ത് ഓർക്കുകയും ഒടുവിൽ അതൊരു പശ്ചാത്താപത്തോടു കൂടി കണ്ണുകൾ അണയിക്കുകയും ചെയ്യുന്ന കാണാം. അതിനുശേഷം ഇപ്പോൾ കാണുന്ന ഒരു മനോഹരമാകുന്നൊരു രംഗം, ബബിത കോളേജിലേക്ക് പതിവ് പോലെ പോകുന്ന സമയത്ത് ബബിതയ്ക്ക് വേണ്ട ആഹാരവും വെള്ളവുമൊക്കെ അലീന കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഈ സമയത്ത് സങ്കടം സഹിക്കുവാൻ കഴിയാതെ തൻ്റെ മനസ്സിൽ അലീനയോടുള്ള സ്നേഹം ഇതുവരെയും അടക്കിപ്പിടിച്ച ബബിത ഒടുവിൽ ഓടിച്ചെന്ന് അലീനയെ ചേർത്ത് നിർത്തി ആ കബടിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഒരു ചുംബനം, ഒരു സ്നേഹം, വലിയൊരു ഇതുവരെയും പിടിച്ചു വച്ച ആ സ്നേഹം ബബിത അവിടെ പ്രകടമാക്കുകയാണ്. അങ്ങനെ അലീനയുടെ കബടിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അലീന അന്തിച്ചു പോകുന്നൊരു കാഴ്ചയുണ്ട്. അലീന മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയും വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. കാരണം താൻ ആഗ്രഹിച്ചതൊക്കെ നേടി തൻ്റെ അമ്മേനെ മാത്രം തനിക്ക് നഷ്ടമായി, അല്ലെങ്കിൽ തൻ്റെ അമ്മയെ മാത്രം അമ്മയ്ക്ക് മാത്രം തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ബാക്കി തൻ്റെ സഹോദരങ്ങളായ രോഹിത്തും കൃഷ്ണമോളും ബബിതയും ഒക്കെ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും അലീന ചിന്തിക്കുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ ബബിത പതിവ് പോലെ കോളേജിൽ പോകുന്നത് പോലെയല്ല, മറിച്ച് ആ ചുംബനം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആ വലിയൊരു ചുംബനം അലീനയ്ക്ക് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കിയ ആ പോക്കിൽ അലീനയുടെ മനസ്സ് നിറയുന്നതും വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.